പ്രമേഹവും വൃക്കാരോഗ്യവും പലപ്പോഴും പ്രമേഹ വൃക്കരോഗം അല്ലെങ്കിൽ പ്രമേഹ നെഫ്രോപ്പതി എന്ന് വിളിക്കപ്പെടുന്നു കൈകാര്യം ചെയ്യുന്നത് ഒരു സൂക്ഷ്മമായ സന്തുലിതാവസ്ഥയാണ്. കാരണം വൃക്കകൾ മാലിന്യങ്ങൾ ഫിൽട്ടർ ചെയ്യാൻ കഠിനമായി പ്രവർത്തിക്കുന്നു. കൂടാതെ ഉയർന്ന രക്തത്തിലെ പഞ്ചസാര കാലക്രമേണ ആ ഫിൽട്ടറുകളെ നശിപ്പിക്കും. ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട പ്രധാന മേഖലകൾ നിങ്ങളോ പ്രിയപ്പെട്ടവരോ ഈ അവസ്ഥകൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഡോക്ടർമാർ സാധാരണയായി ഈ 4 തൂണുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. രക്തത്തിലെ പഞ്ചസാര വൃക്കകളിലെ ചെറിയ രക്തക്കുഴലുകൾക്ക് കൂടുതൽ കേടുപാടുകൾ സംഭവിക്കുന്നത് തടയാൻ ഗ്ലൂക്കോസിന്റെ അളവ് ഒരു ലക്ഷ്യപരിധിക്കുള്ളിൽ നിലനിർത്തുക. ഉയർന്ന രക്തസമ്മർദ്ദം വൃക്കസമ്മർദ്ദത്തിന് ഒരു പ്രധാന കാരണമാണ്. ഭക്ഷണ ക്രമീകരണങ്ങൾ ഇതിൽ പലപ്പോഴും പ്രോട്ടീൻ കഴിക്കുന്നത് നിരീക്ഷിക്കൽ, സോഡിയം ഉപ്പ് കുറക്കൽ, ചിലപ്പോൾ പൊട്ടാസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ അളവ് നിയന്ത്രിക്കൽ എന്നിവ ഉൾപ്പെടുന്നു. വൃക്കകൾ എത്രത്തോളം നന്നായി പ്രവർത്തിക്കുന്നുവെന്ന് കാണാൻ നിങ്ങളുടെ GFR ഗ്ലോമറുലാർ ഫിൽട്രേഷൻ നിരക്ക്, ആൽബുമിൻ, മൂത്രത്തിലെ പ്രോട്ടീൻ എന്നിവയുടെ അളവ് ട്രാക്ക് ചെയ്യുന്നു. ഒരാൾക്ക് ആരോഗ്യകരമായത് മറ്റൊരാൾക്ക് അവരുടെ വൃക്കരോഗത്തിന്റെ ഘട്ടത്തെ ആശ്രയിച്ച് അപകടകരമാകാം. പ്രധാന മാറ്റങ്ങൾ വരുത്തുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലായ്പ്പോഴും ഒരു നെഫ്രോളജിസ്റ്റിനെ, വൃക്ക വിദഗ്ധൻ അല്ലെങ്കിൽ ഒരു എൻഡോക്രൈനോളജിസ്റ്റിനെ സമീപിക്കണം. ആരോഗ്യ വാർത്തകൾ അറിയാൻ ഈ ചാനൽ ഫോളോ ചെയ്യുക. നാളെ നിങ്ങൾക്ക് രോഗത്തിനായി ഒരു ജീവിതകാലം മുഴുവൻ ചെലവഴിക്കേണ്ടി വന്നേക്കാം. രോഗം വന്ന് ചികിത്സിക്കുന്നതിലും നല്ലത് രോഗം വരാതെ നോക്കുന്നതാണ്.